ഇനി അച്ഛനപ്പോ വരും? അച്ഛൻ ഇപ്പൊ വരും അമ്മായി. അച്ഛൻ വന്നിട്ട് പോകാത്ത. ഉച്ചക്ക് കഴിക്കാൻ വരും? ഓ ഉച്ചക്ക് കഴിക്കാൻ വരും. അച്ഛൻ വന്നിട്ട് പോകാം. എന്നിട്ട് അമ്മ എങ്ങനെയുണ്ട്? ഒന്നും ഉണ്ടല്ലോ. പനി ഇന്നലത്തോട്ട് തുടങ്ങി. നല്ല പനി, കിടപ്പാണ് അവിടെ. പണിക്കും പോകാൻ പറ്റിയില്ലല്ലോ അമ്മയ്ക്ക്. അച്ഛൻ വരും. പണിക്ക് പോകാൻ പറ്റാതിരിക്കുകയാണ്. അച്ഛൻ വരാനായില്ലേ? അച്ഛൻ വരാനായി അമ്മായി. വന്നിട്ട് പോകാൻ. അച്ഛൻ അമ്മ വന്നിരിക്കുന്നു. നല്ല വർത്തമാനം. ഇത്തിരി പണിയുണ്ടായിരുന്നേ, അത് കഴിഞ്ഞിട്ട് വരികയാണ്. ഇനിയിപ്പോ ഉച്ച കഴിഞ്ഞ് പോകണ്ട, ഒരു നേരം പണിയാണ്. ഒന്നാമെന്നാണ്? അല്ല, ഒരു നേരം പണി തന്നെ. 2 മണി വരെ കഴിഞ്ഞു. ചേച്ചി ഇന്നലെ അവിടെ പനി, നല്ല പനി. ആശുപത്രി കാണിച്ചിട്ട് അങ്ങനെ കൂട്ടിട്ട് പോകാനാണ്. അങ്ങനെ ഓടിയത് ഇവിടുന്ന്. ആഭ്യന്തര കാണിച്ചു. അങ്ങനെ ഓടിയതാണ് ഇവിടുന്ന്. അമ്മായി അമ്മയും മരുമക്കളും തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടായ ഞാൻ എന്റെ ഇടയിൽ നിന്ന് എന്താണെന്നറിയോ, നിങ്ങൾ എന്തിനു വെറുതെ പഴക്കം കൂട്ടം കൂടി ഉണ്ടാക്കണേ എന്ന് പറഞ്ഞ അങ്ങനെ തന്നെ വേഗം ഞാൻ വരാത്ത മുന്നോട്ട് പോകാൻ വേണ്ടത്. വയസ്സുകാലത്താണ് ഇപ്പൊ പണിക്ക് വരുന്നത്. ഇത്രയും കാലം ഇല്ലാണ്ട് ഞങ്ങൾക്ക് പണിക്കും പാട്ടിനൊക്കെ പോകണം. അവിടെ ഇരിക്കാൻ പറ്റുമോ? എല്ലാം അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഓടുന്നു ചാകാൻ പോലെ. ഞാൻ പറഞ്ഞു പോട്ടെ, അവിടെ പോട്ടെ, തിരഞ്ഞൊന്നും പോണ്ട, ഊണും ചെയ്യണ്ട. ഇപ്പോൾ തന്നെ എത്തിയില്ലേ? എനിക്കറിയാം എവിടെ എന്നോടാ കളിയത്. വേട്ടനത്തിരി പറഞ്ഞ് മനസ്സിലാക്കിയത് കേൾക്കണ്ടേ? വയസ്സും പ്രായമാകുമ്പോ അവനവന്റെ ഒരു പക്വത പോലെ പോണം. ഇതില്ലെങ്കിൽ പോലെ ഒന്നും വേണ്ടപ്പോ നിങ്ങളിപ്പോ വീട്ടിലിരിക്കുന്നുണ്ട്, എന്തെങ്കിലും വഴക്കണ വീട്ടിൽ പോയി എത്താൻ നോക്കും. നമ്മുടെ വീട്ടിൽ പോയാൽ അവർ ആങ്ങളൊക്കെ പെങ്ങന്മാരും പെണ്ണ കുടുംബക്കാരൊക്കെ ഉണ്ട്, അവർക്ക് ആങ്ങളെ സ്വീകരിക്കുന്നില്ല. 2 ദിവസം 3 വെക്കാൻ വീട്ടിലെ ഈ വയസ്സായ കാലത്താണ് പണിക്ക് പോണത്. ഞാനൊതുങ്ങല്ലാന്ന് ഇതിന് മുന്നേ ആൾ സ്ഥലം കാര്യമായിരിക്കും. ഞാൻ ഈ പിള്ളേർക്ക് സൈഡായിട്ട് എന്താ പറയുക, വഴക്കം മക്കളൊന്നും ഉണ്ടാക്കണ്ട, നീട്ടിയ മുണ്ടാടിക്ക് എന്ന് പറഞ്ഞപ്പോ എന്താ പറയുക, അമ്മയ്ക്കൊന്നും മരുമക്കൾക്ക് സൈഡാണെന്ന് തോന്നിയുണ്ട്. എന്നെയും മനസ്സിൽ ഞാൻ പെരുമളിക്കിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, വണ്ടി എടുത്ത് ഇങ്ങോട്ട് അമ്മ പോയി, അച്ഛന്റെ അടുത്ത് പറഞ്ഞു പോയി. ഞാൻ ഇന്നലെ നമ്മറി പോയിട്ട് വലിയ വഴി പച്ചക്കറിയുമായിട്ട് ഇവിടെ നോക്കുന്ന ആളെയില്ല. അപ്പൊ പറയുന്നത് അച്ഛാ അമ്മ ഇന്നലെ പോയി വഴക്കുണ്ടാക്കി അത് കാരണം പോയതാണെന്നത്. എന്റെ ഇന്നത്തെ പണിയും പോയില്ലേ? ഇന്നത്തെ പണി നിങ്ങളുടെയും പോയി. അത് മാത്രമല്ല, ഇത് എത്ര കാലം നിങ്ങൾ നോക്കും? അല്ല, നോക്കേണ്ട സമയമാണിത്. പറഞ്ഞാ മനസ്സിലായില്ല. നാലറിഞ്ഞ നമുക്ക് നാണക്കല്ലേന്ന്. അതാണ് കണ്ട ചുറ്റുപാടൊക്കെ ചിലവരും എന്ത് വഴക്കമാക്കാണോ ആരും അറിയില്ല, മുണ്ടാതിരിക്കും. ഇതുപോലെ പെൺകുട്ടികൾ പണിക്ക് പോയ കാര്യമില്ല. എന്താ കാര്യം അറിയോ? അവര് നോക്കാനൊക്കെ എടുക്കേണ്ടത്. ഇതിന് വേറെ കുട്ടികൾ കെട്ടിക്കൊടുക്കും. ഈ സമയത്ത് പണിക്ക് പോണത് വിചാരിച്ചിട്ടുണ്ടാവും. എന്തറിയോ, ഞാൻ പോയി വിളിച്ചിട്ട് ഞാൻ നന്നായി പോവില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞു അമ്മ പോയതുപോലെ തിരിച്ചു വരും. ഞങ്ങളില്ല, ഞങ്ങൾ പോകാൻ പനിയും വന്ന ഇതിലെന്ത് പറഞ്ഞു? കുഴപ്പമില്ല, റെസ്റ്റ് എടുക്കാൻ മരുന്ന് ഗുളിയൊക്കെ തന്നെ നിങ്ങളെയും കൂടി ബുദ്ധിമുട്ടിക്കാൻ പെട്ടത്. റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ എനിക്കിരുന്ന് നോക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് പണിക്കും പാട്ടിനും പോണ്ടേ? നമുക്കും കുട്ടിയും കുടുംബം ഭാരത്തുള്ളതല്ലേ. പടിയായില്ലപ്പോ എന്നോട് മത്സരിച്ചിട്ടും മക്കളോട് പറഞ്ഞത് കേൾക്കാണ്ട് പോയിട്ട് വല്ല ആവശ്യമുണ്ടോ? ഇനിയെങ്കിലും ഒതുങ്ങിയിരിക്കുക. കുടുംബത്തിൽ പലതും ഉണ്ടാവും. മുട്ടാ പോയിട്ട് അങ്ങനെ തന്നെ ആങ്ങള അല്ലെ നാത്തോൻ അല്ലെ അമ്മ എന്നോട്ട് പോകണം. കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അസുഖം കൊണ്ട് വന്നിരിക്കുന്നു. എത്ര വന്നാൽ ഞാൻ തന്നെ നോക്കണം. ആരും ഉണ്ടാവില്ല. അത് മനസ്സിലായിട്ടില്ല. ഈ കുട്ടികൾ ഉണ്ടാവുള്ളൂ. ചാകുന്ന സമയത്താണെങ്കിലും ഉണ്ടാവുള്ളൂ. ഇല്ല, ഞാൻ ചേർത്ത് അനുഭവം പറയണേ. ഇപ്പൊ പനിയും വന്നില്ലേ? പനിയും കൊണ്ട് വന്നില്ലേ? ഇതൊക്കെ എനിക്ക് കണ്ടും കേട്ട് പഠിക്കുന്നത്. ഏത് കാലത്ത് അറിയുന്നത്? പറയുമ്പോൾ അങ്ങനെ ദേഷ്യം കൊണ്ടോട്ട് ഓടുകയാണ്. അങ്ങനെ പോട്ടെ അച്ഛൻ. ഇനിയിപ്പൊ അമ്മ വന്നില്ലേ? ഇനിയിപ്പോ ഗുളിക കഞ്ഞി വെള്ളം കുടിച്ച് പോയാൽ കഴിച്ചിട്ട് പോയാൽ മതി. വരിയമ്മ. ശരി അച്ഛാ. വരിയമ്മ. വരിയമ്മ. കഞ്ഞി തരാം. വരി.